ടെൻഷൻ ഇല്ലാത്തോട്ടാണ് അവള് ചായ കുടിക്കാതെ. ഇന്ന് ENT ക്ലാസ്സിന്റെ ഇടയ്ക്കാണ് ഇന്ന് വൈകുന്നേരം റിസൾട്ട് വരുന്നുള്ള മെസ്സേജ് വന്നത്. അതിനുശേഷം ഫുള്ള് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു പേടിയില്ലാത്ത സിദ്ധിക്ക്. എവിടെ നിന്നാണ് ഇത്ര മോട്ടിവേഷൻ കിട്ടുന്നത്? എല്ലാവർക്കും റിസൾട്ടിന്റെ പേടിയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പോയി ഒരു ചായ എന്തെങ്കിലും കടിയൊക്കെ കഴിക്കാം. ഹോസ്റ്റലിലോട്ട് പോകുമ്പോൾ അവിടെ ഫുള്ള് ഇതിൻ്റെ ടോക്സ് ആയിരിക്കും, പിന്നെയും ടെൻഷൻ കയറും. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി കോളേജിൻ്റെ അടുത്തുള്ളൊരു കടയിലേക്ക് വന്നതായിരുന്നു. റിസൾട്ട് 5 മണിക്ക് വരുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇപ്പോഴാണ് മെസ്സേജ് വന്നത്. നമ്മുടെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്തില്ല. നെക്സ്റ്റ് വർക്കിംഗ് ഡേ, അതായത് അടുത്ത ആഴ്ച ചൊവ്വാഴ്ച. കുറച്ച് സമാധാനമായി. കാരണം എനിക്ക് സെക്കൻഡ് ഇയർ എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. റിസൾട്ടിനെ ഓർത്തിട്ട് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഫെയിലാവണേ ഫെയിലാവട്ടെ, പാസ്സാവണേ പാസ്സാവട്ടെ, നമുക്ക് സപ്ലൈ ഉണ്ട്, എന്തെങ്കിലും എഴുതി എടുക്കാന്നൊക്കെ ഓർക്കും. വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതുപോലെയല്ല ഈ ഒരു തവണ എന്ന് പറഞ്ഞാൽ ഇത്തവണ ഭയങ്കര ടെൻഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫാക്കൽറ്റീസ് തന്നെ പറയും നിങ്ങൾക്ക് തോക്കാനാണ് പാടെന്ന് പറഞ്ഞു. ജയിക്കാൻ ഈസിയാണ്, തോക്കാനാണ് ഏറ്റവും പാട്. അപ്പൊ അത്രയും ഈ ഒരു വർഷം തോൽക്കുന്നത് വളരെ ചാൻസ് കുറവാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് ഇൻ കേസ് നമുക്ക് മാർക്ക് കുറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ അതിൻ്റെ ഒരു ടെൻഷൻ. പിന്നെ എൻ്റെ എക്സാമിന്റെ പ്രിപ്പറേഷന്റെ സമയത്ത് ആ ഒരു 1 വീക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി എൻ്റെ ഇത്രയും ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു MBBS ചേർന്നതിന് ശേഷം സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു എക്സാം പീരീഡ് ആയിരുന്നു. അതെന്താന്ന് ഞാൻ ആ റിസൾട്ട് വരുന്ന ആ ദിവസം പറയാം. അപ്പൊ എന്തായാലും ഇന്ന് റിസൾട്ട് വരും എന്ന് വന്നില്ല. അപ്പൊ നമുക്ക് ചൊവ്വാഴ്ച കാണാം. റിസൾട്ടിന്റെ കാര്യം പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് ഞാൻ ഫോണ് മാറ്റി വെച്ചിട്ട് പോയി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കുറേ മെസ്സേജ് വന്ന് കിടക്കാണ്. അത് ഓപ്പൺ ചെയ്തപ്പോഴാണ് റിസൾട്ട് വന്നു, എല്ലാവരും പാസ്സായി, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് കിടക്കുകയാണ്. ബാച്ചിൽ എല്ലാവരും തന്നെ പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയമായപ്പോഴേക്കും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു പീരീഡ് ഉണ്ടല്ലോ. അയ്യോ പാസ്സാവത്തില്ലേ. നമ്മൾ സൈറ്റിൽ പോയിട്ട് രജിസ്ട്രേഷൻ നമ്പർ നോക്കി അതിങ്ങനെ സൈറ്റ് ലോഡായി പിന്നെ നമ്മൾ പാസ്സാണോ അല്ലയോ എന്ന് വരുന്ന ആ ഒരു ടൈമിൽ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അത് അനുഭവിക്കേണ്ട ഒരു ഇത് വന്നില്ല ഇത്തവണ. കാരണം ഓൾറെഡി പാസ്സായി. ഇനി നമുക്ക് എത്രയാണ് മാർക്ക് കിട്ടിയെന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. ആ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് പോയി. ഇത്രയും നാളത്തെ MBBS ചേർന്നതിന് ശേഷം എൻ്റെ എക്സാം പ്രിപ്പറേഷന്റെ സമയത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ഈ എക്സാമിന്റെ സമയത്ത്. അതുകൊണ്ട് തന്നെ എൻ്റെ എക്സാം പ്രിപ്പറേഷൻസിൽ എനിക്ക് നല്ല ഒരു കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അത് കഴിഞ്ഞ എക്സാമിന്റെ പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി മെഡിസിന്റെ 2 പേപ്പറും കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് കരച്ചിലായിരുന്നു. എനിക്ക് അടുത്ത എക്സാമിന് പഠിക്കാൻ പോലും പറ്റത്തില്ല, കാരണം അത്രയും കരച്ചിലായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ദൈവമേ എക്സാം എങ്ങനെ ആവും, പാസ്സാവത്തില്ലെന്നോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്കിനിപ്പോ എത്ര മാർക്ക് കിട്ടി, ആ ഒരു പെർസെൻറ്റേജ് എത്രയാണെന്ന് അത് ഇനി വേണം എനിക്കെടുത്ത് നോക്കാൻ. ഞാനിത് റിസൾട്ട് കണ്ട് എന്തായാലും പാസ്സായി. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് ബാക്കി കാര്യം നോക്കാന്ന് വെച്ചു. അപ്പം ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സാമിന്റെ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട്, അതായത് എൻ്റെ വീഡിയോസ് എൻ്റെ എക്സാം ടൈമിലുള്ള വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. കാരണം എനിക്ക് എക്സാമിന്റെ സമയത്ത് ഒത്തിരി ഭയങ്കരമായിട്ട് ചുമ, സിവിയർ ആയിട്ട് ഭയങ്കര കോഫ് ഉണ്ടായിരുന്നു. ഞാൻ ചൂടുവെള്ളവും പിന്നെ അതുപോലെ തന്നെ വിക്സും പിന്നെ ഇൻഹേലറും ഇതൊക്കെ വെച്ചിട്ടായിരുന്നു എൻ്റെ ഒരു മൊത്തത്തിൽ എന്നെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാത്രി ഉറക്കം കിട്ടത്തില്ല, ഭയങ്കരമായിട്ട് രാത്രി എനിക്ക് ചുമച്ച് എനിക്ക് ഫോറൻസിക്കിന്റെ എക്സാമിന്റെ സമയത്ത് എൻ്റെ ഈ ഭയങ്കര ചുമ കാണാൻ ഭയങ്കര വീക്ക് ആവുക, കുത്തി ഭയങ്കര ചുമ. അത് കഴിഞ്ഞിട്ട് ആ ഒരു ചുമ കാരണം എൻ്റെ എനർജി ഫുള്ള് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോവുക. അതുകൊണ്ട് എനിക്ക് പഠിക്കാനും വരാൻ ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങി, അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഞാൻ എന്ന് പറഞ്ഞ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന്റെ സമയത്ത് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് വെച്ചോണ്ടിരിക്കും, കൊണ്ട് കാണിക്കത്തില്ല. അങ്ങനത്തെ ഒരാളാ, നല്ല ശീലമല്ല, അങ്ങനത്തെ ഒരാളും കൂടെ ആയിരുന്നു. അതിന്റെ കൂട്ടത്തിൽ എക്സാം എഴുതി വന്നപ്പം എനിക്ക് എഴുതാൻ സമയം കിട്ടിയില്ല. അതായത് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല വൃത്തിക്ക് എഴുതി. ലാസ്റ്റ് ആയപ്പോഴേക്കും എനിക്കാണെങ്കിൽ ആ ഒരു ടൈമിനനുസരിച്ച് വേഗം തീർക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മഹാബോറ്. അപ്പൊ ഇനി വായിക്കുന്ന ആൾക്കാർ, അതായത് എനിക്ക് സങ്കടം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസാണ്, പക്ഷെ എനിക്ക് ആൻസർ വൃത്തിക്ക്, അതായത് ഞാൻ പഠിച്ച ലെവലിൽ എനിക്ക് എഴുതാൻ പറ്റില്ല. അതിന്റെ സങ്കടമായിപ്പോയി. പിന്നെ ഞാൻ ഇങ്ങനെ പേടിച്ചിരുന്നു എന്താവും നോക്കും. അത് കഴിഞ്ഞിട്ട് അതൊക്കെ മനസ്സൊന്ന് സെറ്റാക്കി കഴിഞ്ഞ് സെക്കൻഡ് പേപ്പർ പഠിച്ചപ്പോൾ അതിനേക്കാളും കഷ്ടം.
സെക്കൻഡ് പേപ്പർ കഴിഞ്ഞ് ഞാൻ ലിറ്ററലി ഫുൾ ടൈം ആ ഒരു എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ഫുള്ള് ഞാൻ കരച്ചില്ലായിരുന്നു. ഇങ്ങനെ പാസ്സാവത്തില്ല, എനിക്ക് എഴുതാൻ വേണ്ടി പറ്റിയില്ല, എന്താവും എന്ന് പറയുമ്പോൾ അത്രയും ടെൻഷനായിരുന്നു. അങ്ങനെയൊക്കെ എനിക്കൊരു ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു തേർഡ് ഇയർ, കാരണം ഇവരെല്ലാവരും തേർഡ് ഇയർ നിങ്ങൾ എന്തായാലും പാസ്സാവും, നിങ്ങൾ ടീച്ചേഴ്സ് തന്നെ അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയും നിങ്ങൾ എന്തായാലും പാസ്സാവും, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, നിങ്ങൾ എന്തായാലും പാസ്സാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാസ്സായില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള എന്തൊക്കെയൊക്കെ ഭയങ്കര ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് മെന്റലി ഭയങ്കര ഡൗൺ ആവുകയും പിന്നെ അതിന്റെ കൂട്ടത്തിൽ എനിക്ക് പീരീഡ്സ് ആയി. പിന്നെ അതിന്റെ മൂഡ് സ്വിങ്സും ഞാനൊരു ക്ലിപ്പ് കാണിക്കാം. അത് ഞാൻ എക്സാമിന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു വ്ലോഗ് എടുത്തോണ്ടിരുന്ന സമയത്ത് തന്നെ കരയുന്നതായിരുന്നു. എനിക്ക് അത്രയും ഞാൻ ഭയങ്കര മെന്റലി ഭയങ്കര ഒട്ടുമിക്ക വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ. ഇനി വേണം എനിക്ക് വൃത്തിക്ക് ഓരോ സബ്ജക്റ്റിനും പ്രാക്ടിക്കൽ എക്സാമിനും തിയറിക്കൊക്കെ എങ്ങനെ മാർക്ക് ഉണ്ട്, പെർസെൻറ്റേജ് ഒക്കെ ഒന്ന് കൂട്ടി നോക്കാൻ. ഇപ്പൊ നമുക്ക് അത് ഒന്നിച്ച് കാണാം. അപ്പൊ നമുക്ക് ഒന്നിച്ച് നമ്മുടെ മാർക്ക് നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ മുമ്പ് റിസൾട്ട് വന്നപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു സംഭവം വന്നിട്ടുണ്ടോന്ന്. ഇത് നോക്കുമ്പോൾ വലിയ ടെൻഷനൊന്നുമില്ല, ജസ്റ്റ് മാർക്ക് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് ഫോറൻസിക്കിന് 160 ഉണ്ട് 200-ല്, പിന്നെ കമ്മ്യൂണിറ്റി 300-ല് 207. ഞാൻ പറഞ്ഞില്ലെങ്കിൽ കമ്മ്യൂണിറ്റി നല്ല പാടായിരുന്നു, അവിടെയാണ് പിന്നെയും കുറഞ്ഞത്. പ്രാക്ടിക്കൽസിന് അത്യാവശ്യം നല്ല മാർക്കുണ്ട്, 80-ന് മണ്ടയിലുണ്ട്. പിന്നെ ഇതും കുഴപ്പമില്ല, ഇതിനാണ് പിന്നെ മാർക്ക് കുറഞ്ഞത്. അപ്പം എനിക്കിപ്പം 500-ലാണ് നമ്മുടെ ഈ തേർഡ് ഇയറിൽ എക്സാം ഉണ്ടായിരുന്നത്. അപ്പം 367 മാർക്ക് വരുന്നേ. ഇനി നമുക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നും കൂടെ നോക്കാം. അയ്യോ, ഞാൻ എൻ്റെ മാർക്ക് മറന്നു. 367 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു അപ്പം ഇത്രയാണ് എൻ്റെ പെർസെൻറ്റേജ്. എനിക്കപ്പം 73.4% അപ്പൊ എനിക്ക് 73.4% ഉണ്ട്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അപ്പം ഇത്തവണത്തെ ഇതെന്ന് പറഞ്ഞാൽ പൊതുവെ എന്റെ മുമ്പത്തെ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്, ഡിസ്റ്റിങ്ഷൻ, അതിലൊക്കെ ഞാൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അത് വലിയ സംഭവമൊന്നും വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ എക്സാമിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും വേസ്റ്റ് ആയിരുന്നു. അതെനിക്ക് ഞാൻ പറയുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും അറിയില്ല, കാരണം അത്രയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസും ഭയങ്കര മെന്റലി ഡൗൺ ആയിട്ട് അത്രയും സങ്കടത്തോടെയും, പിന്നെ ഞാൻ പറഞ്ഞില്ല അല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ അത്രയും എൻ്റെ ബോഡി അത്രയും വീക്ക് ആയിട്ട് പോലും ഞാൻ അതിങ്ങനെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് ഞാൻ അത്രയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എക്സാമിന് വേണ്ടി. അപ്പൊ അത്രയും ഞാൻ എഫേർട്ട് ഇട്ട് പ്രിപ്പയർ ചെയ്ത എക്സാം എഴുതിയിട്ട് വന്നിട്ട് ഞാൻ ഫെയിൽ ആകുന്നതന്നെ വിചാരിച്ചു. ഞാൻ അത്രയും കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നിന്നൊരു എക്സാമിൽ നമുക്ക് ഇത്രയും നമ്മൾ ഇട്ട ഒരു എഫേർട്ടിനൊരു റിസൾട്ട് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമാണ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ അത്രയും സന്തോഷിച്ചൊരു റിസൾട്ട് ശരിക്കും ഇതായിരിക്കും. കാരണം എനിക്കിപ്പോൾ ഒരു 2% കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയേനെ. അപ്പൊ ആ ഒരു ലെവലിൽ, കാരണം ഞാൻ ഫെയിൽ ആകുമെന്ന് ഒരു അത്രയും പേടിച്ചൊരു എക്സാം ആയിരുന്നു ഇത്. അതിൽ നിന്ന് ഇത്രയും ലെവലിൽ ഒരു മാർക്ക് കിട്ടിയാൽ അത്രയും എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ എനിക്കിപ്പോൾ സ്കിന്നിൽ ഡെർമറ്റൈറ്റിസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റിലാണ് ഞാൻ. അപ്പൊ അതിന് വേണ്ടി തന്നൊരു ക്രീം ആട്ടോ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് ഇതിന്റെ ഈ പാടൊക്കെ കാണുന്നത്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ ഓർത്തു. അപ്പൊ അത്രയല്ലോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ എന്തൊക്കെ വീഡിയോസ് ഇനി ചെയ്യണമെന്ന് പറയട്ടോ, കമന്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.